എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അത് ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ നമ്മളെ സ്കൂളൊക്കെ ഇവിടെ തുറക്കാറായി. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നമുക്ക് പോയാലോ? എൻ്റെ ചേച്ചിയുണ്ട്, പിന്നെ അമ്മ ഉണ്ട്, പിന്നെ അച്ഛൻ ബാക്കിൽ സംസാരിച്ച് വരുന്നുണ്ട്. പിന്നെ ദീദി ഇല്ല കേട്ടോ, ദീദി വയനാട്ടിലാണ്, നാളെ വരുള്ളൂ വയനാട്ടിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് പോവാ വിചാരിച്ചിട്ട്, കാരണം ഇനി തുറക്കാൻ ഒരാഴ്ച 2 ആഴ്ചക്കല്ലേ ഉള്ളൂ. പോവാ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് പോകണത്. നമ്മൾ ബോക്സൊക്കെ എടുത്തു. ഇവിടുത്തെ കുറേ സാധനങ്ങളുണ്ടപ്പോൾ നമുക്ക് നോക്കാം. ഗായ്സ്, കുറേ സമയങ്ങളായിട്ട് ഞങ്ങൾ ഇതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. ഇനി പാനൊന്നുമല്ല, എന്താ പറയുക, ബാഗൊക്കെ വാങ്ങാണ്ട്. അതൊക്കെ പിന്നെ അതൊന്നും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങുന്നുണ്ടാവുള്ളൂ. പക്ഷെ ബോക്സൊക്കെ ഇപ്പോൾ ഞങ്ങൾ എടുത്തു. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചുതരാം. ഇവിടെ കണ്ടില്ല ഈ സെക്ഷൻ റേസർ ഡബ്ബസ് അതൊക്കെ എടുക്കണമെന്നുണ്ട്, പക്ഷേ കുറച്ചൊക്കെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വേണ്ട അത്ര സാധനങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ ഫ്ലെക്സിബിൾ പെൻ, അതിന് പകരം ഞാനിതാ ഇങ്ങനത്തെ ഒരു ക്യാരറ്റ് പെന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാങ്ങിയ സാധനങ്ങളൊക്കെ ലാസ്റ്റ്. ഫ്രണ്ട്സ്, ഞങ്ങൾ വീട്ടിലേക്കല്ല പോകുന്നത്. ഞങ്ങൾക്ക് ഇനി വാട്ടർ കുപ്പി വാങ്ങാനുണ്ട്. അപ്പോൾ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയ്ക്ക് പോകുകയാണ് കേട്ടോ. ഇവിടെ അടുത്ത് ഒരു കടയുണ്ട്. വാട്ടർ ബോട്ടിൽ ഞങ്ങൾ അവിടെ നിന്നല്ല വാങ്ങിയത്, വേറൊരു പിന്നെ കുറേ സാധനങ്ങളുണ്ട്. എന്താ വെച്ചിട്ടാ എത്ര സാധനങ്ങളാണ്. അതൊക്കെ ബുക്ക് വേൾഡ് എന്നാണ് ആ കടേൻ്റെ പേര്. നമ്മൾ പൊതുക്കുങ്ങലാണുള്ളത്, ബുക്ക് വേൾഡിൻ്റെ അവിടെയാണ്. ബുക്ക് വേൾഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ, സോപ്പും പെട്ടിയിലൊക്കെ ഇറേസർ അങ്ങനത്തെയൊക്കെയാണ്. ഞാൻ കാണിക്കാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി വാട്ടർ ബോട്ടിലിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാട്ടർ ബോട്ടിൽസൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നത് മർഹബയ്ക്കാണ്. ബാക്കിലാണ് മർഹബ. നമ്മളിനി മർഹബയ്ക്കാണ് പോകുന്നത് വാട്ടർ ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം മർഹബയിലാണുള്ളത്. മർഹബയിൽ ഇത് കുടിക്കുന്നതാ, ഇതാണ് ഇപ്പോൾ നമ്മൾ ഈന്ന് കുടിക്കുന്ന വാട്ടർ ബോട്ടിലാണ്. നമ്മൾ മർഹബയിൽ വന്ന് 3 വാട്ടർ ബോട്ടിൽസുകൾ വാങ്ങി. വാട്ടർ ബോട്ടിൽസ് വെച്ചാൽ ഒന്ന് അമ്മയ്ക്ക്, ഒന്ന് ഇക്ക്, പിന്നെ ഒന്ന് ഞങ്ങൾ അമ്മച്ചൻ വലുത് വാങ്ങുന്നു കേട്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കുടിക്കണ ഒരു അത്യാവശ്യത്തിന് വലുപ്പം, ഇത്രയൊക്കെ വലുപ്പമുള്ളൊരു വാട്ടർ ബോട്ടിൽ അച്ഛൻ വാങ്ങിയിരുന്നു. പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇതൊക്കെ ഇടുമല്ലോ, കറീസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വേറെ ടൈപ്പുള്ള ഒരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നോക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ചില്ലി ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഇടാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും വാങ്ങി കഴിഞ്ഞു. ഇനി പൗച്ച് വാങ്ങാനുണ്ടാവും, അത് ചിലപ്പോൾ വാങ്ങും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മർഹബയിലേക്കാണ്. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ മർഹബയിൽ നിന്ന് ഇറങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ ഇതേലും നമ്മളെ വലിയ മർഹബ. ഇവിടെ കുറേ അടുത്തടുത്ത് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. വിചാരിക്കുന്നുണ്ടാവും ഈ വീട്ടിലേക്ക് പോവാണ് പറഞ്ഞിട്ടുണ്ടാ വീട്ടിലേക്ക് പോകാത്തത്. ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് പറയും, എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് അത് മുട്ടിക്കും, എന്നിട്ട് പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും നിന്നിട്ട് വീട്ടിലേക്ക് പോകാൻ അങ്ങനെയൊക്കെ പറയുന്നതാണ് ഞങ്ങൾ. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ഞങ്ങൾ. അപ്പോൾ കുറേ സമയമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ മെയിൻ റീസൺ. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ എന്തായാലും കുടിക്കുവേ. എന്നിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങളും ഒക്കെ കാണിച്ചു തരാം. ചിക്കൻ റോളും നമുക്കിനി വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽസാണ് കാണിക്കുന്നത്. ഇത് അച്ഛൻ വാങ്ങിയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഇങ്ങനത്തെ 3 കൂട്ടാൻ പാത്രങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കയ്യിൽ വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതാണ് എൻ്റെ അമ്മ വാങ്ങിയ വാട്ടർ ബോട്ടിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ വാങ്ങിയ വാട്ടർ ബോട്ടിൽ കേട്ടോ. എപ്പോഴും ഇങ്ങനത്തെ ഈമ്പി കുടിക്കുന്ന വാട്ടർ ബോട്ടിലല്ല, അപ്പോൾ ഇപ്രാവശ്യം അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിയത്. ആണ് നമ്മളെ കുറേ സാധനങ്ങളുള്ളത്. ആദ്യം തന്നെ ഉള്ളത് പൊതിപ്പേപ്പറുകളാണ്, ടെക്സ്റ്റ് നോട്ടൊക്കെ പൊതിയാനുള്ള പൊതിപ്പേപ്പറുകളാണ്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ബോക്സ് ആട്ടോ. ഇതാണ് ബോക്സ്. കാണാനേ
ഇവിടെ തക്കിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അതാണ്. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെയാണുള്ളത്. പിന്നെ ഉള്ളിൽ ഇങ്ങനത്തെ നല്ല ഇതൊക്കെ ഉള്ള ബോക്സാണ്. പിന്നെ ഇവിടെ ഇറേസർ ഷാർപ്പ്നറൊക്കെ ഇടാനുള്ള ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, രസമുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പം തക്കിളിയും കൂടി ഉണ്ട്. നമ്മൾ വന്നതാട്ടോ ഇപ്പോൾ. പിന്നെ A4 ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ട്സ് എൻ്റെ ചേച്ചി വാങ്ങിയ എന്താ പറയുക ഒരു പൗച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാ. ഇവിടെ ഉണ്ടല്ലോ ഒരു ഫ്രോസൺ തീമാണുള്ളത്. ഇത് തന്നെ ഞാൻ വാങ്ങിച്ച കവായി സ്റ്റിക്കറാണ് കേട്ടോ. പിന്നെ ഇത് ചേച്ചി വാങ്ങിച്ചതാണോ? ഇത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഞാൻ എടുക്കും അല്ലെങ്കിൽ ചേച്ചി എടുക്കും. ഇത് ഞങ്ങൾ വാങ്ങിച്ച മിനി നോട്ട്ബുക്സുകളാണ്. ഇത് മിക്കവാറും ഞാനിതാ കൊടുക്കുക, കാരണം കുറേ പേജാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഇതാ എടുക്കാമല്ലോ. അപ്പോൾ ഞാനിതാവും മിക്കവാറും എടുക്കുക കേട്ടോ. ഇത് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ വാങ്ങിയ സ്കെയില്. ഇത് ഞാനല്ല കേട്ടോ, ഇത് ചേച്ചിയാണ് വാങ്ങിയത്. ഇതാണ് ഞാൻ വാങ്ങിയ സ്കെയില്. പിന്നെ ഞാൻ പിന്നെ അങ്ങനത്തെ വാങ്ങിയത് കേട്ടോ, കാരണം എൻ്റെ ബോക്സിൽ കൊള്ളുന്ന ആ ഒരു വിധത്തിലുള്ള സ്കെയിൽ വേണം. അപ്പം ഞാൻ അതാണ് വാങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം നെയിൽ സ്ലിപ്പ് ആളാണ്. ഒരു ഫ്ലവറിൻ്റെ ഒരു യൂണിക്കോണിൻ്റെ ഒരു നെയിൽ സ്ലിപ്പാണ്. പിന്നെ ഫ്രണ്ട്സ് ഇതൊരു കൂർപ്പി കട്ടർ കേട്ടോ. ഇവിടെ ഉണ്ടില്ലേ, ഇവിടെ ഒന്ന് ഇങ്ങനെ ഇതാക്കി ഇവിടെ ഇങ്ങനെ കൂർപ്പിക്കുക, എന്നിട്ട് ഇവിടെ ഈ ബാക്ക് ഉണ്ടില്ല ഇവിടെ തുറന്നിട്ട് കളയാൻ പറ്റിയ ഒരു കൂർപ്പി കട്ടറാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിയ ഒരു പെന്നാണ് കേട്ടോ. മൊയലൊക്കെ ഉണ്ട്, അടിയിൽ ഇതാ എഴുതാൻ പറ്റിയ പെന്നാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ നമ്മൾ എന്താ പറയുക ബുക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റിയൊരു CD മാർക്കർ പോലത്തെ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞാവ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ചേച്ചി വാങ്ങിയത്, ഇത് ഞാൻ വാങ്ങിയത്. ഇത് ഒരു ഇറേസറാളാണ് കേട്ടോ, ക്യൂട്ടായിട്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു സെല്ലോ ടാപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്സരേൻ്റെ പെൻസിൽ കൂട്, ഗ്ലൂഗൺ സ്റ്റിക്കുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഗ്ലൂഗൺ സ്റ്റിക്കുകൾ വാങ്ങിയിട്ടുണ്ട്, ഗ്ലൂഗൺ സ്റ്റിക്കുകൾ. പിന്നെ റെഡ് പെന്ന് വാങ്ങിയിട്ടുണ്ട്, ചോപ്പ് പെന്ന്, ചുവന്നമഷി ഉള്ള പെന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് മഷി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് വാങ്ങിയിട്ടുണ്ട് ബ്ലൂ മഷി പെന്ന്. ഇതാണ് കൂടുതലും വേണ്ടത്. അപ്പോൾ ഇത് കുറേ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.